ഇല്ല, എന്റെ മക്കളെ വിട്ടിട്ട് ഒരിക്കലും നിക്കില്ല. പുള്ളിയെടുത്ത് എപ്പോഴായാലും പറയുമോ? എപ്പോഴായാലും എന്റെ മക്കളിനെ വിട്ടിട്ടുള്ള ഒരു കളിയില്ല എന്ന് ഞാൻ എല്ലാവർക്കും പറയലുണ്ട്. ഇപ്പൊ എനിക്ക് വന്ന കല്യാണങ്ങളിലൊക്കെ അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്റെ മക്കളെ വിട്ടിട്ട് ഒരു കളിയില്ല. അതിപ്പോ ഇവനോടാണെങ്കിലും എന്റെ മക്കളെ വിട്ടിട്ട് ഞാൻ എവിടെയും വരില്ല. അല്ലെങ്കിൽ മക്കളിനെ അവർക്കൊരു സ്റ്റേജ് ഉണ്ട്, അവരെ നോക്കേണ്ട ഒരു സ്റ്റേജ് ഉണ്ട്. അതുവരെയും നമ്മൾ നമ്മുടെ കടമയാണ് അത് ചെയ്യേണ്ടത്. അതൊന്നും ഞാൻ ചെയ്യും. എങ്ങനെയായാലും അപ്പോ ഇതോടെ ഞാൻ ഈ ഷാജി എന്ന ടോപ്പിക് നിർത്താൻ പോകണം. ഇനി ഇതിനൊരു കുറച്ചൊരു വിഷയമോ അതിനെക്കുറിച്ച് ചർച്ചകളൊന്നും ചെയ്യുന്നില്ല. ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഇനി ഷാജി ടോപ്പിക് ഇതോടെ നിർത്തി ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഷാജിനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ വെറുതെ ഭർത്താവിൻ്റെ കുടുംബക്കാരെയും ഇളച്ചിയും നാത്തൂനെയും ഇളച്ചിനൊക്കെ വെറുതെ കുറ്റം പറയണ്ട. കാരണം നാളെ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ സമയത്ത് എങ്ങനെ പോയാലും നിങ്ങളുടെ മക്കളെ ഉപ്പാൻ്റെ ബാക്കിക്കാരാണ് അവർ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യണം തോന്നി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇതേമാതിരി പ്രശ്നങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അവരെ കുറ്റങ്ങൾ പറയുമ്പോൾ അവർക്ക് ചെയ്യാനുള്ളൊരു തോന്നലുണ്ടാവില്ല. അപ്പം സ്വാഭാവികമാണ്, എല്ലാവരും അവസ്ഥ തന്നെയാണ്. അപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങൾ കുറ്റം പറയുമ്പോൾ കുറ്റം കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം തോന്നിയാൽ നമുക്ക് ചെയ്യാൻ തോന്നില്ല. കാരണം നിങ്ങൾക്ക് 5 മക്കളാണ്. അപ്പം ഇപ്പോൾ ഓൾറെഡി ഭർത്താവില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ മക്കളെയും നോക്കണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം 5 മക്കളെയും നോക്കി ജീവിതം മുന്നോട്ട് പോകണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ വെറുതെ അവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തെങ്കിലും ചെയ്യണം തോന്നി കഴിഞ്ഞാൽ പോലും നിങ്ങൾ കുറ്റം പറയുമ്പോൾ അവർ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്തു തരില്ല. അപ്പോൾ നിങ്ങൾ അവരെ വെറുതെ കുറ്റം പറഞ്ഞാൽ നിങ്ങളെ മക്കളുടെയും നിങ്ങളെ ഫാമിലി വ്ളോഗും അങ്ങനത്തെ നിങ്ങളുടെ ട്രിപ്പും നിങ്ങൾ വേണമെങ്കിൽ കിച്ചൺ വ്ളോഗും അങ്ങനത്തെ ഒക്കെ ചെയ്ത് മുന്നേറണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. കാരണം വെറുതെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരും കുറ്റം പറഞ്ഞ് ഇവരും കുറ്റം പറഞ്ഞ് ലാസ്റ്റ് ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് നമ്മൾ ഇതിന് റീച്ച് കിട്ടും. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ തിരിഞ്ഞു നോക്കൂല ആരും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ ഒരു ടോപ്പിക് ഇതാണ്. പിന്നെ ഇന്നലെ ഞാൻ നിങ്ങളൊരു വീഡിയോ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ ഒരു വീഡിയോ കണ്ടില്ലേ, നേരത്തെ കണ്ടല്ലോ, ആ വീഡിയോയിൽ കണ്ടപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു. മക്കളോട് ഇത്രയും സ്നേഹം നിങ്ങൾക്ക് ഇല്ല ഒരു ഉമ്മയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു നിങ്ങളെ കാര്യത്തിൽ. കാരണം ഇപ്പോൾ പലരും കാമുകന്മാരൊപ്പം പോകാൻ വേണ്ടിയിട്ട് മക്കളെ ബീച്ചിലും പിന്നെ തെരുവിലും അവിടെയും ഇവിടെയൊക്കെ ഫുട്പാത്തിൽ അതേമാതിരിക്ക് പിന്നെ നാളെ കണ്ടല്ലോ കല്ലുമടിച്ചു കൊന്നിട്ട് ഒരു കുട്ടീനെ അങ്ങനെ കാമുകന്മാരൊപ്പം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന കാലത്ത് നിങ്ങൾ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു പറയുമ്പോൾ തന്നെ ഭയങ്കര ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പം അത് പറയാതെക്കാൻ വയ്യ. അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക. അപ്പോൾ അവർ ഞാൻ നോക്കേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണെന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ അതിനൊരു എന്താ പറയുക, നിങ്ങൾ ഒരു സല്യൂട്ട് അറിയിക്കുന്നുണ്ട്. കാരണം പലരും ഇന്ന് കല്യാണം കഴിഞ്ഞ് ഭർത്താവ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ആളെ കൂടെ പോവുക, അങ്ങനെ പോകുന്നൊരു കാലത്ത് മക്കളെ ഒഴിവാക്കി പോകുന്ന കാലത്ത് മക്കളിങ്ങനെ നെഞ്ചോട് പിടിക്കുന്നതന്നെ വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. നല്ല കാര്യമാണ്. അപ്പം നല്ല കാര്യങ്ങൾ കണ്ടാൽ നല്ല കാര്യങ്ങൾ തന്നെ പറയണം. അപ്പോൾ നല്ല കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ നല്ല കാര്യങ്ങൾ തന്നെ പറയും. നമുക്ക് പറ്റാത്ത നമ്മൾ പ്രതികരിക്കും, വേറെ വിഷയം. അപ്പോൾ ഇത് കാര്യം കണ്ടപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ സംസാരിക്കാൻ തോന്നി. അപ്പോൾ ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയണം. നിങ്ങൾ വെറുതെ സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ അവരിവര് കുറ്റം പറഞ്ഞ് വെറുതെ നല്ല സമയം കളയണ്ട. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ പോലും അവരെ നിങ്ങളിങ്ങനെ കുറ്റം പറയുമ്പോൾ അവർക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാതെ ഒരു തോന്നൽ വരില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ടോപ്പിക്ക് എന്തോടെ നിർത്തുകയാണ്. അപ്പം നിങ്ങളുടെ മക്കളെയും കാര്യം നോക്കിയിട്ട് ഉഷാറായിട്ട് ജീവിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.